അവർ തൽക്കാലം അന്ന് കുറേ മരുന്നുകൾ ക്ലിനിക്കിൽ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു മരുന്ന് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, യൂറിഫ്ലഷ് എന്നാണ് പേര്. അത് നമ്മൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഏതായാലും പലരും ഗുണം പറയുന്നുണ്ട്, നല്ലൊരു ഗുണമുള്ള സാധനമാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും എനിക്കിത് നല്ല വേദന ഉണ്ട്, സഹിക്കാൻ പറ്റാത്ത വേദന 2 ആഴ്ചയായിട്ടും തുടരുക തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ആ 2 ആഴ്ചയാണ് ആ മരുന്ന് കഴിച്ചത്. 2 ആഴ്ച എന്ന് പറഞ്ഞാൽ 2 ബോട്ടിലും പിന്നെ 3ാമത്തെ ബോട്ടിലും കൂടി കഴിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്കൊരു മൂത്രത്തിൽ കൂടി കുറച്ച് മൂത്രം ഒന്നിച്ച് പോയാലുള്ളൊരു എഫക്റ്റ് മാത്രം ഉള്ളൂ. ആ രീതിയിൽ മൂത്രത്തിൽ കൂടി ആ കല്ല് പുറത്തേക്ക് പോയി. പക്ഷേ അതിൽ പറയാനുള്ളത് 2 ദിവസം ഈ മരുന്ന് കഴിച്ചപ്പോൾ തന്നെ 3ാമത്തെ ദിവസം എനിക്ക് വേദന കുറഞ്ഞു എന്ന് തന്നെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. നല്ല വേദന കുറവുണ്ടായിരുന്നു. കാരണം എനിക്ക് സാധാരണ ഇതിൽ എണീറ്റ് ഇരിക്കാനോ കുനിഞ്ഞ് നിൽക്കാനോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ആയിരുന്നു ഞാൻ ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു ചാരുകസേലയിൽ ഇങ്ങനെ കിടക്കുക മാത്രമാണ്. പിന്നെ ഈ 3ാമത്തെ ദിവസം മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ, ആ മരുന്ന് കഴിച്ച് 3ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് 3ാമത്തെ ദിവസം തന്നെ നല്ല വേദന കുറവും ഫീൽ ചെയ്തിരുന്നു. ഇതുമാതിരി 2 ആഴ്ചയാണ് ഈ മരുന്ന് കഴിച്ചത്. 2 ആഴ്ച കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ജൂൺ 2-ാം തീയതി, അതായത് തുടങ്ങിയിട്ട് ഒരു മാസമായി, പക്ഷേ ഈ മരുന്ന് ഞാൻ 2 ആഴ്ച കഴിച്ചിട്ടുള്ളൂ. നേരത്തെ 2 ആഴ്ച മറ്റേ മരുന്ന് നാടൻ വൈദ്യം കഴിച്ചല്ലോ. അത് അങ്ങനെ ഈ 2 ആഴ്ചയാണ് ഈ മരുന്നിൻ്റെ എക്സ്പീരിയൻസ് എനിക്കുള്ളത്. അതോടുകൂടി ഈ മരുന്നിൻ്റെ ഈ മൂത്രത്തിൽ കൂടി തന്നെ കല്ല് പോയി. ഇവർ മോർണിംഗ് ഡോക്ടർ അന്ന് പറഞ്ഞിരുന്ന 8 mm ആണ്, 8 പോയിൻറ്റ് സംതിങ് ആണ് അതിൻ്റെ കല്ലിൻ്റെ നീളം, 4 പോയിൻറ്റ് സംതിങ് വിഡ്ത്തും. അതായത് ഒരു പയറുമണീൻ്റെ ഒക്കെ അത്ര വലുപ്പമുള്ള ഒരു സാധനം ഏതാണ്ട് ഒരു ഉഴുന്നുമണിയുടെ വലുപ്പത്തിൽ, നല്ലൊരു വലുപ്പമുള്ള ഉഴുന്നുമണിയുടെ വലുപ്പത്തിൽ പുറത്തേക്ക് പോയി. അതിൻ്റെ എഡ്ജസ്റ്റൊക്കെ വളരെ ഷാർപ്പ് ഉണ്ടാവുക, പക്ഷേ ഇതെനിക്ക് ഒരു ഷാർപ്പ്നെസ്സും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് ഉഴുന്നിൻ്റെ രൂപത്തിൽ തന്നെ എഡ്ജസ് ഒന്നും ഇല്ലാതെ ഒരു കല്ലായിട്ട് പുറത്തേക്ക് പോന്നു. ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഫോട്ടോ. ഞാൻ എൻ്റെ നഖത്തിൻ്റെ അടുത്ത് വെച്ചിട്ടൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഞാനത് അയച്ചു തരാം. ഏതായാലും ആർക്കെങ്കിലും ഗുണം ചെയ്യുകയാണെങ്കിൽ നല്ലതാണല്ലോ. നമുക്ക് വലിയ ഉപദ്രവമില്ലാത്ത മരുന്നാണ്, സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല, അങ്ങനത്തെ ഒരു കുഴപ്പമില്ലാത്തൊരു സാധനമാണ്, കഴിക്കാനും ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതൊന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് നോക്കൂ.